ഹലോ, ഈ ഒരു വീഡിയോയിൽ നമുക്ക് പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ചില ടേംസ് നോക്കാം. പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എന്താണെന്നുള്ളതിൻ്റെ ടേംസിൻ്റെ ഡെഫിനേഷൻ ഞാൻ മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രൊഡക്ഷൻ്റെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഒരു സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ഉൽപ്പാദനത്തിനായിട്ട് ഒരു വ്യവസായ സ്ഥാപനം ഉപയോഗിക്കുന്ന വിഭവങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങളാണ് ഈ ഒരു ഉൽപ്പാദന ഘടകങ്ങളായിട്ട് വരുന്നത്. മെയിനായിട്ട് 4 തരം ഉൽപ്പാദന ഘടകങ്ങളാണുള്ളത്: ഭൂമി, പ്രയത്നം, മൂലധനം, വ്യവസായ സംരംഭകത്വം. ഈ ഭൂമിയിൽ നമുക്ക് ഈ ഒരു വെള്ളം, പ്രകൃതി വിഭവങ്ങൾ, ധാതുക്കൾ എല്ലാം ഈ ഒരു ഭൂമിയിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്രയത്നത്തിൽ ഈ മനുഷ്യൻ നൽകുന്ന അധ്വാനത്തിനെ നമുക്ക് ഈ ഒരു പ്രയത്നത്തിൽ കണക്കാക്കാവുന്നതാണ്. അതായത് ജനങ്ങൾ നൽകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ അധ്വാനം ഈ ഒരു പ്രയത്നശേഷിയിൽ വരുന്നുണ്ട്. അതും ഈ ഒരു ഫാക്ടറാണ്, ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഫാക്ടറാണ്. അതുപോലെയുള്ള ഒരു നെക്സ്റ്റ് ഫാക്ടറാണ് മൂലധനം. മൂലധനം എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പാദനത്തിനായി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മനുഷ്യനിർമ്മിതമായ വസ്തുക്കളെയാണ് ഈ മൂലധനം എന്ന് പറയുന്നത് പ്രതിനിധാനം ചെയ്യുന്നത്. പണം ഒരു മൂലധനമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ മൂലധനത്തിൻ്റെ ഘടകങ്ങളായിട്ട് നമുക്ക് ഫാക്ടറികൾ, യന്ത്രങ്ങൾ, കെട്ടിടങ്ങൾ, ഉപകരണങ്ങളൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഘടകമാണ് വ്യവസായ സംരംഭകത്വം. അതായത് ഒരു പ്രത്യേകതരം പ്രയത്നശേഷിയാണ് ഈ ഒരു വ്യവസായ സംരംഭകത്വം എന്ന് പറയുന്നത്. ഈ ഒരു വ്യവസായ സംരംഭത്തിൽ തന്നെ നമ്മൾ വേറൊരു ടേമും കൂടെ ഉണ്ട്. വ്യവസായ സംരംഭകർ എന്ന് പറഞ്ഞാൽ എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതായത് ഈ ഒരു മൂലധനവും പ്രയത്നശേഷിയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഉൽപ്പാദനം നടത്തുന്നതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് ഈ ഒരു വ്യവസായ സംരംഭകർ വരുന്നത്. ഇപ്പം എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉൽപ്പാദന ഘടകങ്ങളെ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരിക, സംഘടിപ്പിച്ച് കൊണ്ടുവരിക, മാനേജ് ചെയ്യുക, ഇവരൊക്കെയാണ് ഈ ഒരു വ്യവസായ സംരംഭകരായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഉൽപ്പാദന ധർമ്മം അഥവാ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ടേംസുകൾ മാത്രമേ ഞാനതിൽ പറഞ്ഞു പോകുന്നുള്ളൂ. നിലവിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്ത തരം അല്ലെങ്കിൽ വിവിധ തരം ഇൻപുട്ടുകളുടെ അളവുകളും അതിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ പരിമാണവും തമ്മിലുള്ള ബന്ധമാണ് ഉൽപ്പാദന ധർമ്മമായിട്ട് കണക്കാക്കുന്നത്. അതാണ് ഉൽപ്പാദന ധർമ്മം എന്ന് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. നമുക്കിനി ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫങ്ഷൻസ്, ഉൽപ്പാദന ധർമ്മത്തിൻ്റെ വിവിധതരം ടൈപ്സ് നോക്കാം. അതിലൊന്നാണ് ആദ്യത്തെ ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മം അഥവാ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ. പിന്നെ ദീർഘകാല ഉൽപ്പാദന ധർമ്മം അല്ലെങ്കിൽ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ. പിന്നെ വിഭേദാനുപാത ഉൽപ്പാദന ധർമ്മം, അതായത് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസ് ആണ്. പിന്നെ സ്ഥിരാനുപാത ഉൽപ്പാദന ധർമ്മം, ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ, അതുപോലെ തന്നെ ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫങ്ഷനും നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ കോബ് ഡഗ്ലാസ് ഉൽപ്പാദന ധർമ്മവും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉൽപ്പാദന ധർമ്മം. ഒന്നുകൂടെ പറയാം. ഒന്ന് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ അഥവാ ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മം, ദീർഘകാല ഉൽപ്പാദന ധർമ്മം, വിഭേദാനുപാത ഉൽപ്പാദന ധർമ്മം, സ്ഥിരാനുപാത ഉൽപ്പാദന ധർമ്മം, ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ, ലീനിയർലി ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫങ്ഷൻ, കോബ് ഡഗ്ലാസ് ഉൽപ്പാദന ധർമ്മം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഉൽപ്പാദന ധർമ്മങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഇതിൽ ഞാൻ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷനും മാത്രമേ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അതിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. എന്താണ് ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മം? അതായത് ഒന്നോ അതിലധികമോ നിവേശങ്ങൾ സ്ഥിരമായിരിക്കുമ്പോഴുള്ള നിവേശോൽപ്പന്ന ബന്ധത്തെയാണ് ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഇൻപുട്ടുകളുടെ അളവ് വർദ്ധിപ്പിക്കാനോ കുറയ്ക്കാനോ സാധ്യമല്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ ഒരു ഹ്രസ്വ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു ഹ്രസ്വ കാലഘട്ടത്തിൽ ഇൻപുട്ടുകളുടെ ഉപയോഗത്തിൽ മാറ്റം വരുത്താനായിട്ട് കഴിയില്ല. ഓക്കെ, ഇതിനൊരു നമുക്ക് ഈ ഒരു ഇത് പ്രകടിപ്പിക്കുന്ന ഒരു രൂപം നമുക്ക് നോക്കാവുന്നതാണ്. ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ദീർഘകാല ഉൽപ്പാദന ധർമ്മം അഥവാ ലോങ് റൺ പ്രൊഡക്ഷൻ ഫങ്ഷൻ. എല്ലാ നിവേശങ്ങളും സ്വതന്ത്രമായി മാറ്റാൻ കഴിയുമ്പോഴുള്ള നിവേശോൽപ്പന്ന ബന്ധത്തെയാണ് ദീർഘകാല ഉൽപ്പാദന ധർമ്മം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യവസായ യൂണിറ്റിന് അത് ഉപയോഗിക്കുന്ന എല്ലാ നിവേശങ്ങളും അല്ലെങ്കിൽ ഇൻപുട്ടുകളുടെയും അളവ് മാറ്റാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ദീർഘകാലഘട്ടം എന്ന് പറയുന്നത്. അതിനാൽ ഈ ഒരു ദീർഘകാലഘട്ടത്തിൽ എല്ലാ ഇൻപുട്ടുകളുടെ ഉപയോഗം നമുക്ക് മാറ്റാനായിട്ട് കഴിയും. ഓക്കെ,
ഞാൻ താഴെ ഒരു ഇക്വേഷൻ കൊടുക്കുന്നുണ്ട്, ഇതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അതിൽ Q എന്ന് പറയുന്നത് ഉൽപ്പന്നം, L എന്ന് പറയുന്നത് തൊഴിൽ നിവേശമാണ്, K എന്ന് പറയുന്നത് മൂലധന നിവേശമാണ്. ഈ ഒരു മേലെ നമ്മളൊരു ഒരു രേഖ കാണിക്കുന്നത് എന്ന് പറയുന്നത് ഇൻപുട്ട് അളവ് എല്ലും കെയുടെയും മേലെ ഞാൻ രണ്ടാം ഇക്വേഷനിൽ കാണിക്കുന്നില്ല, അത് എല്ലും കെയും സ്ഥിരമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഇൻപുട്ട് അളവ് സ്ഥിരമാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് ഹ്രസ്വകാല ഉൽപ്പാദന ധർമ്മമാണ്. നമുക്ക് ദീർഘകാല ഉൽപ്പാദന ധർമ്മത്തിൻ്റെ പ്രകടിപ്പിക്കുന്ന രീതി കൂടെ നമുക്കൊന്ന് നോക്കാം. ഞാനതിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി അടുത്തത് നോക്കാവുന്നത് എക്കണോമിക്സ് ഓഫ് സ്കെയിലാണ്. അതായത് ഒരു വ്യവസായ യൂണിറ്റിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായി അല്ലെങ്കിൽ ഉൽപ്പാദന തോതിലുണ്ടാകുന്ന വികാസം ഡെവലപ്മെൻറ്റിൻ്റെമായി ബന്ധപ്പെട്ട ഗുണഫലങ്ങളെ അല്ലെങ്കിൽ നേട്ടങ്ങളെയാണ് തോതിൻ്റെ നേട്ടങ്ങളെന്ന് പറയുന്നത്. ഞാൻ സിമ്പിളായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഒരു വ്യവസായ യൂണിറ്റിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉൽപ്പാദനത്തിലുണ്ടാകുന്ന നേട്ടങ്ങളെയാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ തിയറിയും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതും കൂടെ നമുക്കൊന്ന് ടേം എന്താണെന്നും കൂടെ നോക്കാം. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ തിയറി? അതായത് ഒരു രാഷ്ട്രത്തിലെ പൗരന്മാർക്കിടയിൽ മൊത്തം ദേശീയ വരുമാനം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിഭജിക്കപ്പെടുന്നത് എന്നത് വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഈ ഒരു വിതരണ സിദ്ധാന്തം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ തിയറി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി? അതായത് പൂർണ്ണ മത്സര വിപണിയിലെ ഉൽപ്പാദന ഘടകങ്ങളുടെ സേവനങ്ങളുടെ പ്രതിഫലമായി അന്തിമ ഉൽപ്പന്നത്തിൻ്റെ മൂല്യം വിതരണം ചെയ്യുന്നതാണ് വരുമാന വിതരണത്തിൻ്റെ സീമാന്ത ഉൽപ്പാദനക്ഷമതാ സിദ്ധാന്തം അഥവാ മാർജിനൽ പ്രൊഡക്ടിവിറ്റി തിയറി. വീഡിയോ വളരെ ഷോർട്ടാണ്, മാത്രമല്ല നല്ല സ്പീഡിലാണ് പോയതെന്ന് എനിക്കറിയാം. പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ടേംസ് മാത്രമേ ഞാൻ പറഞ്ഞു പോയിട്ടുള്ളൂ. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് റെഫർ ചെയ്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.